ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് നമ്മുടെ കേരള ചരിത്രം എന്ന് പറയുന്ന ഒരു മെയിൻ ടോപ്പിക്കിലെ ഒരു ചെറിയ ഒരു സബ് ടോപ്പിക്കായ പഴശ്ശി കലാപം എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം പഴശ്ശി കലാപത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ആദ്യ ചോദ്യത്തിലേക്ക് പോകുന്നു. പഴശ്ശി കലാപത്തിന്റെ കാലഘട്ടം. ചോദ്യം ഇതാണ്: പഴശ്ശി കലാപത്തിന്റെ കാലഘട്ടം. പഴശ്ശി കലാപത്തിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കാലഘട്ടം. നമ്മൾ രണ്ട് കലാപങ്ങളാണ് ഇവിടെ ഉള്ളത് പഴശ്ശി കലാപത്തില്. ഒന്നാം പഴശ്ശി കലാപവും രണ്ടാം പഴശ്ശി കലാപവും. അതിൽ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കാലഘട്ടം. എല്ലാവർക്കും അറിയാനുള്ള പോയിന്റ് ആണ്. ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കാലഘട്ടം 1793 മുതൽ 1797 വരെയുള്ള ഈ 5 വർഷ കാലഘട്ടമാണ് നമ്മുടെ പഴശ്ശി കലാപത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, 6 വർഷ കാലഘട്ടമാണ് ഈ പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാലഘട്ടം. ഓക്കെ, നോക്കാം. പഴശ്ശി കലാപം, ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കാലഘട്ടം 1793 മുതൽ 1797 വരെ. പഠിച്ചു പോവുക, ഓരോരോ പോയിന്റുകളും കാണാതെ തന്നെ പഠിച്ചു പോവുക, മനസ്സിലാക്കി പഠിച്ചു പോവുക. കാരണം 1 മാർക്കാണ് പഴശ്ശി കലാപത്തിന് സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നത്. അപ്പൊ പഴശ്ശി കലാപത്തിന്റെ കാലഘട്ടം നിങ്ങൾ എല്ലാവരും പഠിച്ചു കഴിഞ്ഞാണ്. പഴശ്ശി കലാപത്തിന്റെ കാലഘട്ടം, ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കാലഘട്ടം 1793 മുതൽ 1797 വരെ. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. അതിലെ പ്രധാന നേതാവ്, അതായത് പഴശ്ശി കലാപത്തിന്റെ നേതൃത്വം കൊടുത്ത വ്യക്തി ആര്? PSC ചോദിച്ചിട്ടുണ്ട്. പഴശ്ശി കലാപത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി ആര്? പഴശ്ശി കലാപത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയുടെ പേര് നിങ്ങൾക്കറിയാം, കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. എന്താണ്? കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. ഓക്കെ, അപ്പൊ നമ്മുടെ പഴശ്ശി കലാപത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി ആര് എന്നാണ് അടുത്ത ചോദ്യം. ചോദ്യത്തിന്റെ ആൻസർ എന്താണ്? കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. അപ്പൊ 2 ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. പഴശ്ശി കലാപത്തിന്റെ കാലഘട്ടം 1793 മുതൽ 97 വരെയാണ്. രണ്ടാമത്തെ ചോദ്യം നമ്മുടെ ഇതിന്റെ പ്രധാന നേതാവ് ആരെന്ന് ചോദിച്ചാൽ കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യം നമ്മുടെ പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യമാണ്. നമ്മുടെ പഴശ്ശിരാജയുടെ മറ്റു പേരുകൾ എന്തൊക്കെ? ഓക്കെ, പഴശ്ശിരാജയുടെ മറ്റു പേരുകൾ. PSCയുടെ അടുത്ത മൂന്നാമത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പഴശ്ശിരാജയുടെ മറ്റു പേരുകൾ എന്തൊക്കെയാണ്? സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. പഴശ്ശിരാജയുടെ മറ്റു പേരുകൾ. ഒന്നാമത്തെ പേര് പുരളിശമൻ. എന്താണ് പേര്? പുരളിശമൻ. ഓക്കെ, ഒന്നാമത്തെ പേര് പുരളിശമൻ. 2 കേരള സിംഹം. രണ്ടാമത്തെ പേരെന്താണ്? പഴശ്ശിരാജയുടെ രണ്ടാമത്തെ പേര് കേരള സിംഹം. ഒന്നാമത്തെ പേര് പുരളിശമൻ, രണ്ടാമത്തെ പേര് കേരള സിംഹം. മൂന്നാമത്തെ പേര് പൈച്ചിരാജ. എന്താണ് പേര്? പഴശ്ശിരാജ എന്നല്ല, പൈച്ചിരാജ എന്നാണ് മൂന്നാമത്തെ പേര്. നാലാമത്തെ പേര് നമ്മുടെ പുരളിശമൻ, കേരള സിംഹം, പൈച്ചിരാജ. 4 കൊട്ടിയോട്ട് രാജ. എന്താണ് നാലാമത്തെ പേര്? കൊട്ടിയോട്ട് രാജ. അപ്പോൾ നമ്മുടെ 3 ചോദ്യങ്ങൾ പഠിച്ചു. വ്യക്തമായി പഠിക്കുക. ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കാലഘട്ടം 1793 മുതൽ 97 വരെയാണ്. അതിന് നേതൃത്വം കൊടുത്ത വ്യക്തി കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. എങ്കിൽ പഴശ്ശിരാജയുടെ മറ്റു പേരുകൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ 1 പുരളിശമൻ, കേരള സിംഹം, അടുത്ത പൈച്ചിരാജ, ലാസ്റ്റ് കൊട്ടിയോട്ട് രാജ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത നമ്മുടെ ഒന്നാം പഴശ്ശി കലാപത്തിന്റെ അല്ലെങ്കിൽ പഴശ്ശി കലാപത്തിന്റെ യുദ്ധതന്ത്രം എന്നേ ചോദിക്കാറുള്ളൂ. പഴശ്ശി കലാപത്തിന്റെ യുദ്ധതന്ത്രം. ചോദ്യം എന്താണ്? പഴശ്ശി കലാപത്തിന്റെ യുദ്ധതന്ത്രം എന്താണ്? യുദ്ധതന്ത്രം എന്ന് പറഞ്ഞാൽ ഒളിപ്പോര് അല്ലെങ്കിൽ എന്താണ്? ഗൊറില്ല യുദ്ധതന്ത്രം. ഓക്കെ, അപ്പൊ അടുത്ത പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പഴശ്ശി കലാപത്തിന്റെ യുദ്ധതന്ത്രം എന്താണ്? പഴശ്ശി കലാപത്തിന്റെ യുദ്ധതന്ത്രം എന്താണ്? ഒളിപ്പോര് അല്ലെങ്കിൽ എന്താണ്? നമ്മുടെ ഗൊറില്ല യുദ്ധതന്ത്രമാണ് പഴശ്ശി കലാപത്തിന്റെ യുദ്ധതന്ത്രം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന യുദ്ധ കേന്ദ്രം. ഓക്കെ, ഒന്നാം പഴശ്ശി കലാപത്തിന്റെ യുദ്ധ കേന്ദ്രം എവിടെയാണ് എന്ന് PSC സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഒന്നാം പഴശ്ശി കലാപത്തിന്റെ യുദ്ധ കേന്ദ്രം എന്ന് ചോദിച്ചാൽ നമ്മുടെ വയനാട് ജില്ല ഒന്നും ഒരിക്കലും പറയരുത്. കണ്ണൂർ ജില്ലയിലുള്ള ഒരു സ്ഥലമാണ്. സ്ഥലത്തിന്റെ പേര് പുരളിമല. സ്ഥലത്തിന്റെ പേരെന്താണ്? പുരളിമല, കണ്ണൂർ. എങ്കിൽ വേണമെങ്കിൽ PSCക്ക് വീണ്ടും ചോദിക്കാം. എങ്കിൽ ഈ പുരളിമല എന്ന് പറയുന്ന സ്ഥലം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് താലൂക്കിൽ? ഓക്കെ, അപ്പൊ ഒന്നാം പഴശ്ശി കലാപത്തിന്റെ യുദ്ധ കേന്ദ്രം എന്ന് പറഞ്ഞാൽ പുരളിമല. ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണ്. ഏത് താലൂക്കിലാണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ വടക്കേയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്കാണെന്ന് ഓർമ്മിക്കാം. ആ താലൂക്കാണ് ഇരിട്ടി താലൂക്ക്. ഏത് താലൂക്കാണ്? ഇരിട്ടി താലൂക്ക്. അപ്പൊ ചോദിക്കാം, കേരളത്തിൽ വടക്കേയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ വടക്കേയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ആറളം. കണ്ണൂർ ജില്ലയിലാണ് ആറളം സ്ഥിതി ചെയ്യുന്നത്. ഈ ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്?
ഇരിട്ടി താലൂക്ക്. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു കാണും. ഒന്ന് സ്പീഡിൽ പറഞ്ഞു നോക്കാം. പഴശ്ശി കലാപം ആദ്യം പഠിച്ച ചോദ്യം, ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കാലഘട്ടം പഠിച്ചു 1793 മുതൽ 97 വരെ. രണ്ടാമത്തെ ചോദ്യം, നമ്മുടെ പഴശ്ശി കലാപത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി ആര്? കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പഠിച്ചു, പഴശ്ശിരാജയുടെ മറ്റു പേരുകൾ എന്തൊക്കെ? 1 പുരളിശമൻ, 2 കേരള സിംഹം, 3 പൈച്ചി രാജ, 4 കൊട്ടിയോട്ട് രാജ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കുന്നു, നമ്മുടെ പഴശ്ശി കലാപത്തിന്റെ യുദ്ധ കേന്ദ്രം അല്ലെങ്കിൽ യുദ്ധതന്ത്രം എന്താണ്? പഴശ്ശി കലാപത്തിന്റെ യുദ്ധതന്ത്രം എന്ന് ചോദിച്ചാൽ ഗൊറില്ല യുദ്ധതന്ത്രം അല്ലെങ്കിൽ ഒളിപ്പോര്. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു, ഒന്നാം പഴശ്ശി കലാപത്തിന്റെ യുദ്ധഭൂമി അല്ലെങ്കിൽ യുദ്ധ കേന്ദ്രം എവിടെയാണെന്ന് ചോദിക്കാം. ഒന്നാം പഴശ്ശി കലാപത്തിന്റെ യുദ്ധ കേന്ദ്രം എന്ന് ചോദിച്ചാൽ പുരളിമല, കണ്ണൂർ ജില്ല, ഇരിട്ടി താലൂക്ക്. അങ്ങനെ തന്നെ പഠിക്കുക, പുരളിമല, കണ്ണൂർ ജില്ല, ഇരിട്ടി താലൂക്ക്. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് നോക്കാം. അടുത്ത പോയിന്റ് പറയുന്നത് നോക്കുക, കോട്ടയം രാജവംശ സ്ഥാപകൻ ആരാണ്? നമ്മുടെ പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട വേറൊരു ചോദ്യമാണ്. കോട്ടയം രാജവംശ സ്ഥാപകൻ, അദ്ദേഹത്തിന്റെ പേര് ഹരിചന്ദ്ര പെരുമാൾ. ഞാൻ പതുക്കെയാണ് പോകുന്നത്. നമ്മുടെ കോട്ടയം രാജവംശ സ്ഥാപകൻ. ഓക്കെ, കുറച്ച് നല്ല ടോപ്പിക്കാണിത്, നമ്മുടെ പഴശ്ശി കലാപം എന്ന് പറഞ്ഞാൽ. അപ്പോൾ കോട്ടയം രാജവംശ സ്ഥാപകന്റെ പേരെന്താണ്? ഹരിചന്ദ്ര പെരുമാൾ. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ച ചോദ്യങ്ങള്, കോട്ടയം രാജവംശ സ്ഥാപകന്റെ പേരെന്താണ്? ഹരിചന്ദ്ര പെരുമാൾ. ഇപ്പൊ പഴശ്ശി കലാപം എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ആദ്യം പഠിച്ചു. ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കാലഘട്ടം പഠിച്ചു 1793 മുതൽ 97 വരെയാണെന്ന് പഠിച്ചു. ഈ പഴശ്ശി കലാപത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയുടെ പേര് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ എന്ന് പഠിച്ചു. അദ്ദേഹത്തിന്റെ മറ്റു പേരുകൾ 4 പേരുകൾ അദ്ദേഹത്തിന് അറിയപ്പെടുന്നു. അതിൽ 4 പേരുകൾ ഏതൊക്കെയെന്ന് പഠിക്കാം. 1 പുരളിശമൻ, 2 കേരള സിംഹം, 3 പൈച്ചി രാജ, 4 കൊട്ടിയോട്ട് രാജ എന്നാണ് നമ്മൾ അടുത്ത് പഠിച്ചത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അദ്ദേഹത്തിനെ കുറിച്ച്, നമ്മുടെ പഴശ്ശി കലാപത്തിനെ കുറിച്ച് പിന്നെ പറയുമ്പോൾ ഈ കലാപത്തിന്റെ യുദ്ധതന്ത്രം, പഴശ്ശിരാജ പ്രയോഗിച്ച യുദ്ധതന്ത്രം ഏതാണെന്ന് പഠിച്ചു. ആ യുദ്ധതന്ത്രമാണ് ഗൊറില്ല യുദ്ധതന്ത്രം അല്ലെങ്കിൽ ഒളിപ്പോര് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈ ഒന്നാം പഴശ്ശി കലാപത്തിന്റെ യുദ്ധ കേന്ദ്രം പഠിച്ചു. യുദ്ധ കേന്ദ്രം സ്ഥിരമായിട്ട് ചോദിക്കുന്നത് ഏത് സ്ഥലം എന്നാണ് ചോദിക്കുന്നത്. സ്ഥലത്തിന്റെ പേര് പുരളിമല. ഏതാണ് സ്ഥലത്തിന്റെ പേര്? പുരളിമല എന്ന് കേൾക്കുമ്പോൾ വയനാടെന്ന് തോന്നും, പക്ഷെ വയനാടല്ല. അതേതാണ്? കണ്ണൂർ ജില്ലയിലാണ്. ഏത് താലൂക്കിലാണ്? ഇരിട്ടി താലൂക്കിലാണ്. ഇരിട്ടി താലൂക്കിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്കാണ് ഇരിട്ടി. അങ്ങനെയാണെങ്കിൽ വന്യജീവി സങ്കേതമാണ് ആറളം. ഏത് ജില്ലയിൽ? കണ്ണൂർ ജില്ലയിൽ. നെക്സ്റ്റ് നമ്മൾ അടുത്ത് പഠിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, കോട്ടയം രാജവംശ സ്ഥാപകൻ ആരാണ്? എന്താണ് ചോദ്യം? കോട്ടയം രാജവംശ സ്ഥാപകനാണ് ഹരിചന്ദ്ര പെരുമാൾ. ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണം എന്താണ്? ചോദ്യം ഇതാണ്, ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണം എന്താണ്? എല്ലാവർക്കും അറിയാം എന്താണ്? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കരണം. ഓക്കെ, ബ്രിട്ടീഷുകാരുടെ തെറ്റായിട്ടുള്ള നികുതി പരിഷ്കരണമാണ് ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണം. പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ ബ്രിട്ടീഷുകാരുടെ തെറ്റായിട്ടുള്ള നികുതി പരിഷ്കരണം തന്നെയാണ്. പക്ഷേ നമ്മുടെ ഈ പഴശ്ശി കലാപം, ഒന്നാം പഴശ്ശി കലാപത്തിന്റെ വർഷം നമ്മൾ പഠിച്ചു 1793 മുതൽ 97 വരെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഈ 97 മുമ്പത്തെ ഒരു വർഷം 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പിട്ടു. ആരൊക്കെ? ബ്രിട്ടീഷുകാരും ടിപ്പു സുൽത്താനും. ഈ ടിപ്പു സുൽത്താനെ പിടികൂടാൻ നമ്മുടെ ബ്രിട്ടീഷുകാരെ സഹായിച്ച ഒരു നാട്ടുരാജാവാണ് നമ്മുടെ പഴശ്ശിരാജ. എന്തിനാണ് അദ്ദേഹം സഹായിച്ചത്? അദ്ദേഹത്തിന്റെ രാജവംശമായ കോട്ടയം രാജവംശത്തിൽ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാൻ പാടില്ല? നികുതി പിരിക്കാൻ പാടില്ല. ഇത് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് ബ്രിട്ടീഷുകാരെ ആരെ സഹായിച്ചു? പഴശ്ശിരാജ സഹായിച്ചു. പക്ഷേ ബ്രിട്ടീഷുകാർക്ക് എന്തില്ല? സഹായത്തിനോട് തിരിച്ചൊരു നന്ദിയില്ല. അതുകൊണ്ട് തന്നെ ഇതിലെ പ്രധാന കാരണം, പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണം ഓർമ്മിക്കുക. എന്താണ്? ബ്രിട്ടീഷുകാരുടെ തെറ്റായിട്ടുള്ള നികുതി പരിഷ്കരണം. എവിടെയുള്ള? കോട്ടയം രാജവംശത്തിലെ ബ്രിട്ടീഷുകാരുടെ തെറ്റായിട്ടുള്ള നികുതി പരിഷ്കരണമാണ് നമ്മുടെ ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണം. അതുമായി അനുബന്ധിച്ചുകൊണ്ട് ശ്രീരംഗപട്ടണം ഉടമ്പടിക്ക് ശേഷം, അടുത്ത കഥ പറയുന്നതാണ്, ശ്രീരംഗപട്ടണം ഉടമ്പടിക്ക് ശേഷം നമ്മുടെ ഈ കുറുമ്പ്രനാട് വീരവർമ്മയ്ക്ക്, ശ്രീരംഗപട്ടണം ഉടമ്പടിക്ക് ശേഷം ഏത് രാജവംശത്തിലെ ആളാണ്? കുറുമ്പ്രനാട് വീരവർമ്മയ്ക്ക് എന്ത് ചെയ്തു? ബ്രിട്ടീഷ് കമ്പനി നികുതി പിരിക്കാൻ അനുമതി നൽകി. അതായത് കോട്ടയത്തുള്ള നികുതി പിരിക്കാൻ വേണ്ടിയിട്ട് കുറുമ്പ്രനാട് വീരവർമ്മയ്ക്ക് എന്ത് ചെയ്തു? ബ്രിട്ടീഷ് കമ്പനി അനുമതി നൽകി. ഇതാണ് ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണം. അപ്പോൾ ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായിട്ടുള്ള നികുതി പരിഷ്കരണം. പിന്നെന്താണ് പറയുന്നത്? ശ്രീരംഗപട്ടണം ഉടമ്പടിക്ക് ശേഷം കുറുമ്പ്രനാട് വീരവർമ്മയ്ക്ക് ബ്രിട്ടീഷ് കമ്പനി എന്ത് ചെയ്തു?
നികുതി പിരിക്കാൻ അനുമതി നൽകി. ഇതിൽ പ്രതിഷേധിച്ച് നമ്മുടെ പഴശ്ശിരാജ അവിടെയുള്ള എല്ലാ നികുതി പിരിവും നിർത്തിവെപ്പിച്ച വർഷമാണ് അടുത്ത ചോദ്യം. എന്താണ് ക്വസ്റ്റ്യൻ? നമ്മുടെ പഴശ്ശിരാജ എല്ലാ നികുതി പിരിവും നിർത്തിവെപ്പിച്ചു. അതായത് കോട്ടയത്തുള്ള എല്ലാ നികുതി പിരിവും ബ്രിട്ടീഷുകാരുമായി ഇടപെട്ടുകൊണ്ട് നിർത്തിവെപ്പിച്ചു. ആ നിർത്തിവെപ്പിച്ച വർഷമാണ് 1795 ജൂൺ മാസം 28-ാം തീയതി എന്ത് ചെയ്തു? നമ്മുടെ പഴശ്ശിരാജ എല്ലാ നികുതി പിരിവും നിർത്തിവെപ്പിച്ചു. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ പഠിച്ചു. എന്താണ്? ബ്രിട്ടീഷുകാരുടെ എല്ലാ നികുതി പിരിവും പഴശ്ശിരാജ നിർത്തിവെപ്പിച്ചത് ഏത് വർഷമാണ്? 1795 ജൂൺ 28. അപ്പൊ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി പതുക്കെ പഠിച്ചു പോവാ. അപ്പോൾ ഇതിലെ തുടക്കത്തിലെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്മുടെ കോട്ടയം രാജവംശ സ്ഥാപകനാണ് ഹരിശ്ചന്ദ്ര പെരുമാൾ. അടുത്ത ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണം ഇത്രയും ഓർമ്മിക്കുക, ബ്രിട്ടീഷുകാരുടെ തെറ്റായിട്ടുള്ള നികുതി പരിഷ്കരണം. അടുത്ത പോയിന്റ് പറയുന്നതാണ് ശ്രീരംഗപട്ടണം ഉടമ്പടിക്ക് ശേഷം കുറുമ്പ്രനാട് വീരവർമ്മയ്ക്ക് എന്ത് ചെയ്തു? ബ്രിട്ടീഷ് കമ്പനി നികുതി പിരിക്കാൻ അനുമതി നൽകി. ഓക്കെയാണ്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. നമ്മുടെ പഴശ്ശിരാജ എല്ലാ നികുതി പിരിവും നിർത്തിവെപ്പിച്ച വർഷമാണ് 1795 ജൂൺ 28. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ പഴശ്ശിരാജ സിനിമയിൽ പഴശ്ശിരാജയുടെ കൊട്ടാരം ആക്രമിക്കുന്നു. ആരാണ്? ബ്രിട്ടീഷുകാർ ആക്രമിക്കുന്നു. എന്തിനാണ്? സ്വർണവും ആ കിരീടമൊക്കെ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടല്ല, പകരം നമ്മുടെ പഴശ്ശിരാജയെ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ വെച്ച് എന്ത് ചെയ്യണം? പിടികൂടണം. അതിന് വേണ്ടിയിട്ട് കൊട്ടാരത്തിൽ വെച്ച് പിടികൂടാൻ ശ്രമിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാര്? അടുത്ത ചോദ്യം ഇതാണ്. പഴശ്ശിരാജയെ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ വെച്ച് പിടികൂടാൻ ശ്രമിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേരാണ് ലഫ്റ്റനന്റ് ഗോൾഡൻ. എന്താണ് പേര്? ലഫ്റ്റനന്റ് ഗോൾഡൻ. അയാളുടെ പേരാണ് ലഫ്റ്റനന്റ് ഗോൾഡൻ. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറയാം. നമ്മുടെ പഴശ്ശിരാജയെ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ വെച്ച് പിടികൂടാൻ ശ്രമിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ലഫ്റ്റനന്റ് ഗോൾഡൻ. 1795 എന്ത് ചെയ്യുന്നു? 1795 ഈ ലഫ്റ്റനന്റ് ഗോൾഡൻ എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ കയറി പിടികൂടാൻ ശ്രമിക്കുന്നു. ഓക്കെ, പക്ഷേ പിടികൂടാൻ പറ്റിയോ? ഇല്ല. അതുകൊണ്ടാണ് ആ കൊട്ടാരത്തിലുള്ള സ്വർണവും ബാക്കി എന്താണ് ഈ പറയുന്ന കിരീടവും എല്ലാം എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരെ എടുത്തുകൊണ്ട് പോകുന്നു. ആ സിനിമയെ കാണിക്കുന്നുണ്ട്. പഴശ്ശിരാജ സിനിമയിൽ വ്യക്തമായി ആ സീന് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ചോദ്യം എന്തായിരുന്നു? പഴശ്ശിരാജയെ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ കയറി പിടികൂടാൻ ശ്രമിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേരെന്താണ്? അതാണ് ആ ചോദ്യം. ആൻസർ ലഫ്റ്റനന്റ് ഗോൾഡൻ. വർഷം 1795. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, നമ്മുടെ പഴശ്ശിരാജ ഈ ജനങ്ങളുമായി സഹകരിക്കുന്നതിന് നിരോധിച്ചുകൊണ്ട് നമ്മുടെ അവിടെയുള്ള ബ്രിട്ടീഷ് ഗവർണർമാർ ഒരു വിളംബരം പുറപ്പെടുവിച്ചു. ഏത് വർഷമാണ് ഈ വിളംബരം പുറപ്പെടുവിച്ചത്? അടുത്ത ചോദ്യം ഇതാണ്. എന്താണ്? നമ്മുടെ പഴശ്ശിരാജ ജനങ്ങളുമായി സഹകരിക്കുന്നത് നിരോധിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഗവർണർമാർ ഒരു വിളംബരം പുറപ്പെടുവിച്ചു. ആ വിളംബരം പുറപ്പെടുവിച്ച വർഷം 1795 ഡിസംബർ മാസം 18-ാം തീയതിയാണ് ആ വിളംബരം പുറപ്പെടുവിച്ചത്. ചോദ്യം ഒന്നുകൂടെ പറയാം. എന്താണ്? ജനങ്ങളുമായി പഴശ്ശിരാജ സഹകരിക്കുന്നത് നിരോധിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഗവർണർമാർ പുറപ്പെടുവിച്ച വിളംബരം പുറപ്പെടുവിച്ച വർഷം ആണ് 1795 ഡിസംബർ 18. കുറച്ച് ടഫാണ് പോയിന്റ് ടോപ്പിക്സ്. അപ്പം പതുക്കെ മനസ്സിലാക്കി പഠിച്ചു പോവാ. നമ്മുടെ ഈ സെക്ഷനിൽ പറയുന്ന ആദ്യത്തെ ചോദ്യം, കോട്ടയം രാജവംശ സ്ഥാപകൻ ആര്? അതാണ് നമ്മൾ ആദ്യത്തെ ചോദ്യം. ആൻസർ എന്തായിരുന്നു? ഹരിശ്ചന്ദ്ര പെരുമാൾ. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് എങ്ങനെയാണ്? ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണം എന്താണ് കാരണം? ബ്രിട്ടീഷുകാരുടെ തെറ്റായിട്ടുള്ള നികുതി പരിഷ്കരണം. ശ്രീരംഗപട്ടണം ഉടമ്പടിക്ക് ശേഷം കുറുമ്പ്രനാട് വീരവർമ്മയ്ക്ക് എന്ത് ചെയ്തു? നികുതി പിരിക്കാൻ കമ്പനി അനുവാദം നൽകി. എവിടത്തെ നികുതി? കോട്ടയത്തുള്ള നികുതി പിരിക്കാൻ കമ്പനി അനുവാദം നൽകി. മനസ്സിലാക്കി പോവാ. അടുത്ത ചോദ്യം, നമ്മുടെ പഴശ്ശി രാജാവിനെ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ വെച്ച് തന്നെ എന്ത് ചെയ്യണം? പിടികൂടാൻ ശ്രമിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആര്? ചോദ്യമാണ്. എന്താണ് ക്വസ്റ്റ്യൻ? പഴശ്ശിരാജയെ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ വെച്ച് പിടികൂടാൻ ശ്രമിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേരാണ് ലഫ്റ്റനന്റ് ഗോൾഡൻ. വർഷം 1795. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ ജനങ്ങളുമായിട്ട് പഴശ്ശിരാജ സഹകരിക്കുന്നത് നിരോധിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഗവർണർമാർ വിളംബരം പുറപ്പെടുവിച്ചു. ഏത് വർഷം? വർഷം 1795 ഡിസംബർ മാസം 18. വർഷം എപ്പോഴാണ്? 1795 ഡിസംബർ 18. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. നോക്കിക്കോളൂ. അടുത്ത പോയിന്റ് 1797 മാർച്ചിൽ. എന്താണ് പോയിന്റ്? 1797 മാർച്ചിൽ ആരുടെ നേതൃത്വത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത്? 1797 മാർച്ചിൽ ആരുടെ നേതൃത്വത്തിലുള്ള ഒരു ബ്രിട്ടീഷ് സൈന്യമാണ് പെരിയ ചുരം വരെ എത്തിയെങ്കിലും മാർച്ച് 9 മുതൽ തുടർച്ചയായ 3 ദിവസം നടന്ന യുദ്ധത്തിൽ പഴശ്ശി രാജാവുമായി എന്ത് ചെയ്തു? പരാജയം അനുഭവിക്കേണ്ടി വന്നു. ഓക്കെ, ഇവരെ സഹായിക്കാൻ
ആരുടെ നേതൃത്വത്തിലുള്ള മറ്റൊരു സംഘമാണ് അവിടെ എത്തിച്ചേർന്നത്? ആ സ്റ്റേറ്റ്മെന്റ് ഇത്രയും ഉണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാതെ പറയണം. സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് തുടക്കം? 1797 മാർച്ചിൽ ആരുടെ നേതൃത്വത്തിലുള്ള ഒരു ബ്രിട്ടീഷ് സൈന്യമാണ് പെരിയ ചുരം വരെ എത്തിയെങ്കിലും മാർച്ച് 9 മുതൽ തുടർച്ചയായി 3 ദിവസം നടന്ന യുദ്ധത്തിൽ എന്ത് ചെയ്തു? പരാജയം, പഴശ്ശി രാജാവുമായിട്ട് പരാജയം അനുഭവിക്കേണ്ടി വന്നു. ഓക്കെ, നെക്സ്റ്റ്, ഇവരെ സഹായിക്കാൻ ആരുടെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് അവിടെ എത്തിച്ചേർന്നത്? അപ്പോൾ ഈ രണ്ട് പേരുകൾ, അതായത് ആരുടെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് അവിടെ എത്തിച്ചേർന്നത്, ഈ രണ്ട് ചോദ്യവും അവിടെ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ആക്കാം. 1797 മാർച്ചിൽ ആരുടെ നേതൃത്വത്തിൽ? നമ്മുടെ കേണൽ ഡോവിന്റെ നേതൃത്വത്തിൽ. എന്താണ് പേര്? കേണൽ ഡോവ്. ആ സ്റ്റേറ്റ്മെന്റ് അവിടെയുള്ള ആ ഫില്ലിങ് ചെയ്യേണ്ട സ്ഥലത്ത് എന്താണ്? കേണൽ ഡോവ് എന്നാണ് ആൻസർ. അപ്പൊ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 1797 മാർച്ചിൽ നമ്മുടെ കേണൽ ഡോവിന്റെ നേതൃത്വത്തിലുള്ള ഒരു ബ്രിട്ടീഷ് സൈന്യം എന്ത് ചെയ്തു? പെരിയ ചുരം വരെ എത്തിയെങ്കിലും മാർച്ച് 9 മുതൽ തുടർച്ചയായി 3 ദിവസം നടന്ന യുദ്ധത്തിൽ എന്ത് ചെയ്തു? പഴശ്ശി രാജാവുമായി പരാജയപ്പെടേണ്ടി വന്നു. ഓക്കെ, എന്നാൽ ഈ പറയുന്ന ഡോവിനെ സഹായിക്കാൻ അവിടെ എത്തിച്ചേർന്ന മറ്റൊരു ബ്രിട്ടീഷ് സൈന്യത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ആര്? ലഫ്റ്റനന്റ് മിലി. ആളുടെ പേരാണ് ലഫ്റ്റനന്റ് മിലി. ആ പറയുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേരെന്താണ്? ലഫ്റ്റനന്റ് മിലി എന്നാണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് കാണാതെ തന്നെ പഠിച്ചു പോവുക, ഇമ്പോർട്ടന്റ് ആണ്. ഈ രണ്ട് പേരുകളും ഇമ്പോർട്ടന്റ് ആണ്. 1797 മാർച്ചിൽ കേണൽ ഡോവിന്റെ നേതൃത്വത്തിലുള്ള ഒരു ബ്രിട്ടീഷ് സൈന്യം പെരിയ ചുരം വരെ എത്തിയെങ്കിലും മാർച്ച് 9 മുതൽ തുടർച്ചയായി 3 ദിവസം നടന്ന യുദ്ധത്തിൽ പരാജയപ്പെടേണ്ടി വന്നു. എന്നാൽ ഇദ്ദേഹത്തിനെ സഹായിക്കാൻ, കേണൽ ഡോവിനെ സഹായിക്കാൻ അവിടെ എത്തിച്ചേർന്ന ലഫ്റ്റനന്റ് മിലിയുടെ ഒരു സംഘവും എന്ത് ചെയ്തു? അവിടെ എത്തിച്ചേർന്നു എന്നാണ് നമ്മളിപ്പോൾ പഠിച്ച സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാം. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. 1797 മാർച്ച് 18 ആരുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ ആരുടെ കീഴിലുള്ള ഒരു ബ്രിട്ടീഷ് സൈന്യമാണ്? 1100 പേരടങ്ങുന്ന ബ്രിട്ടീഷ് സൈന്യമാണ് നമ്മുടെ പെരിയ ചുരം വഴി പോവുകയായിരുന്ന ഈ ബ്രിട്ടീഷ് സൈന്യത്തിനെ ആര് പരാജയപ്പെടുത്തി? നമ്മുടെ പഴശ്ശി രാജ പരാജയപ്പെടുത്തി. ഒന്നുകൂടെ, 1797 മാർച്ച് 18 നമ്മുടെ മേജർ കാമറൂണിന്റെ, ഒന്നുകൂടെ പറയാം, 1797 മാർച്ച് 18 മേജർ കാമറൂണിന്റെ കീഴിലുള്ള 1100 പേരടങ്ങുന്ന ഒരു ബ്രിട്ടീഷ് സൈന്യം എന്ത് ചെയ്തു? പെരിയ ചുരം വഴി പോവുകയായിരുന്നു. ആ പറയുന്ന ബ്രിട്ടീഷ് സൈന്യത്തിനെ നമ്മുടെ പഴശ്ശിപ്പട നിഷ്പ്രഭമാക്കി എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഒരു സീന് നമ്മുടെ പഴശ്ശി രാജ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഒരു ബ്രിട്ടീഷുകാരനും അയാളുടെ ഭാര്യയും എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന പഴശ്ശി രാജയും സംഘവും എന്ത് ചെയ്യുന്നുണ്ട്? നിഷ്ഫലമാക്കി ആ ഒരു സൈന്യത്തിനെ എന്ത് ചെയ്ത് കംപ്ലീറ്റ് യുദ്ധത്തിൽ തോൽപ്പിച്ച് അവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന സീന് പഴശ്ശി രാജ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ആ ഉദ്യോഗസ്ഥന്റെ പേരാണ് നമ്മുടെ മേജർ കാമറൂൺ. അയാളുടെ പേരെന്താണ്? മേജർ കാമറൂൺ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ ചോദ്യം ഇതാണ്. 1797 മാർച്ച് 18 മേജർ കാമറൂണിന്റെ കീഴിൽ 1100 പേരടങ്ങുന്ന ഒരു ബ്രിട്ടീഷ് സൈന്യം പെരിയ ചുരം വഴി പോവുകയായിരുന്നു. അവരെ പഴശ്ശിപ്പട നിഷ്പ്രഭമാക്കി എന്നാണ് ആ ഒരു പോയിന്റ്. ക്ലിയർ ആണല്ലോ ഈ രണ്ട് പോയിന്റ്? അപ്പൊ നമ്മുടെ പഴശ്ശി കലാപമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പഴശ്ശി കലാപത്തിൽ നടന്ന സംഭവങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ പഴശ്ശി രാജാവുമായി എന്ത് ചെയ്യുന്നു? ഒരു കോംപ്രമൈസിന് ബ്രിട്ടീഷുകാർ തയ്യാറാവുന്നു. അടുത്ത കഥ പറയുന്നത് എങ്ങനെയാണ്? പഴശ്ശി രാജാവുമായിട്ട് നമ്മുടെ എന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷുകാർ കോംപ്രമൈസിന് തയ്യാറാകുന്നു. അടുത്ത ചോദ്യം ഇതാണ്. ഈ പറയുന്ന ഒന്നാം പഴശ്ശി കലാപത്തിന്റെ ഇടനിലക്കാരൻ ആരാണ്? എല്ലാവർക്കും അറിയാം, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നാം പഴശ്ശി കലാപത്തിന്റെ ഇടനിലക്കാരൻ, അയാളുടെ പേര് ചിറക്കൽ രാജാവ്. എന്താണ് പേര്? ചിറക്കൽ രാജാവ്. ഒന്നാം പഴശ്ശി കലാപത്തിന്റെ ഇടനിലക്കാരൻ ആരെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ പേരെന്താണ്? ചിറക്കൽ രാജാവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇടനിലക്കാരൻ ചിറക്കൽ രാജാവ്. ഈ ഇടനിലക്കാരന്റെ മുൻപിൽ വെച്ച് ബോംബെ ഗവർണറായ ജൊനാഥൻ ഡങ്കൻ എന്ത് ചെയ്തു? പഴശ്ശി രാജാവുമായി ഒരു സന്ധിയിൽ ഏർപ്പെട്ടു. അങ്ങനെ ഒന്നാം പഴശ്ശി കലാപം അവസാനിപ്പിച്ചു. ഓക്കെ, അപ്പൊ ആ ചോദ്യം എന്തായിരുന്നു? നമ്മുടെ ബോംബെ ഗവർണറായ ജൊനാഥൻ ഡങ്കൻ. ആ ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്. ബോംബെ ഗവർണറായ ജൊനാഥൻ ഡങ്കന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു? പഴശ്ശി രാജാവുമായി ഒരു സന്ധിയിൽ ഏർപ്പെട്ടു. അതോടെ ഒന്നാം പഴശ്ശി കലാപം ഇവിടെ അവസാനിച്ചു. ക്ലിയർ ആണ്? അപ്പോൾ ഒന്നാം പഴശ്ശി കലാപത്തിൽ നമ്മളിപ്പോൾ പഠിച്ച പോയിന്റുകൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം.
ആദ്യ ചോദ്യം, ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കാലഘട്ടം 1793 മുതൽ 97 വരെയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ചോദ്യം, ഈ പഴശ്ശി കലാപത്തിന്റെ നേതൃത്വം കൊടുത്ത വ്യക്തി ആര്? കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. മൂന്നാമത്തെ ചോദ്യം, പഴശ്ശിരാജ അറിയപ്പെടുന്ന മറ്റു പേരുകൾ: പുരളിശവൻ, കേരള സിംഹം, അടുത്ത കൊട്ടിയൂട്ട് രാജ, അടുത്ത പൈച്ചി രാജ എന്നായിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. നമ്മുടെ കോട്ടയം രാജവംശത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഹരിചന്ദ്ര പെരുമാൾ. എങ്കിൽ പഴശ്ശി കലാപത്തിലെ യുദ്ധതന്ത്രം ഗൊറില്ല യുദ്ധതന്ത്രം അല്ലെങ്കിൽ ഒളിപ്പോര്. യുദ്ധ കേന്ദ്രം പുരളിമല. ഏത് ജില്ല? കണ്ണൂർ ജില്ല. ഏത് താലൂക്ക്? ഇരിട്ടി താലൂക്ക്. അതോടെ ആ ക്വസ്റ്റ്യൻ അവിടെ പൂർത്തിയാവുന്നു. ഓക്കെ, എങ്കിൽ ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണം എന്താണ് എന്നാണ് നമ്മൾ അടുത്ത് പഠിച്ചത്. ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കരണം. ശ്രീരംഗപട്ടണം ഉടമ്പടിക്ക് ശേഷം കുറുമ്പ്രനാട് വീരവർമ്മയ്ക്ക് നികുതി പിരിക്കാൻ ബ്രിട്ടീഷ് കമ്പനി അനുവാദം കൊടുത്തു. ഓക്കെ, അപ്പൊ അതിന്റെ ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണവും നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് അടുത്ത് നമ്മൾ പഠിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ പഴശ്ശി രാജാവ് എല്ലാ നികുതി പിരിവും, കോട്ടയത്തുള്ള എല്ലാ നികുതി പിരിവും നിർത്തിവെപ്പിച്ച വർഷം പഠിച്ചു. 1795 ജൂൺ മാസം 28-ാം തീയതി. ഓക്കെ, പഴശ്ശി രാജാവിനെ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പിടികൂടാൻ ശ്രമിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേര് പഠിച്ചു. ലഫ്റ്റനന്റ് ഗോൾഡൻ. വർഷം പഠിച്ചു 1795. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നു, ജനങ്ങളുമായിട്ട് പഴശ്ശി രാജാവിനെ സഹകരിക്കുന്നത് നിരോധിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഗവർണർമാർ ഒരു വിളംബരം പുറപ്പെടുവിച്ചു. ഏത് വർഷം? 1797. 1795 ഡിസംബർ 18. 1795 ഡിസംബർ 18-നാണ് ഈ പഴശ്ശി രാജാവുമായിട്ട് ജനങ്ങൾ സഹകരിക്കുന്നത് നിരോധിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഗവർണർമാർ ഒരു വിളംബരം പുറപ്പെടുവിച്ചത്. ഏത് വർഷമാണ്? 1795 ഡിസംബർ 18. നെക്സ്റ്റ്, അത് കഴിഞ്ഞപ്പോ 1797 മാർച്ചിൽ കേണൽ ഡോവിന്റെ നേതൃത്വത്തിൽ ഒരു ബ്രിട്ടീഷ് സൈന്യം പെരിയ ചുരം വരെ എത്തിയെങ്കിലും മാർച്ച് 9 മുതൽ 3 ദിവസം നടന്ന തുടർച്ചയായിട്ടുള്ള യുദ്ധത്തിൽ പരാജയപ്പെടേണ്ടി വന്നു. ആർക്ക്? ബ്രിട്ടീഷുകാർക്ക്. പഴശ്ശി രാജാവുമായിട്ട് പരാജയപ്പെടേണ്ടി വന്നു. എന്നാൽ ഈ കേണൽ ഡോവിനെ സഹായിക്കാൻ അവിടെ എത്തിച്ചെന്ന മറ്റൊരു ബ്രിട്ടീഷ് സൈന്യത്തിന്റെ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ലഫ്റ്റനന്റ് മിലി. ലഫ്റ്റനന്റ് മിലി. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പഠിക്കേണ്ട 2 ബ്രിട്ടീഷുകാരുടെ പേരാണ്. ഒന്ന് കേണൽ ഡോവ്, 2 ലഫ്റ്റനന്റ് മിലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1797 മാർച്ച് 18-ന് 1797 മാർച്ച് 18-ന് മേജർ കാമറോന്റെ കീഴിൽ 1100 പേരടങ്ങുന്ന ഒരു ബ്രിട്ടീഷ് സൈന്യം എന്ത് ചെയ്തു? പെരിയ ചുരം വഴി പോവുകയായിരുന്നു. അവരെ എന്ത് ചെയ്തു? ബ്രിട്ടീഷ് പട അല്ലെങ്കിൽ പഴശ്ശിപ്പട നിഷ്പ്രഭമാക്കി. പഴശ്ശിപ്പട നിഷ്പ്രഭമാക്കി എന്നാണ് ചോദ്യം. 1797 മാർച്ച് 18-ന് ആരുടെ നേതൃത്വത്തിൽ? നമ്മുടെ മേജർ കാമറോന്റെ നേതൃത്വത്തിൽ 1100 പേരടങ്ങുന്ന ഒരു ബ്രിട്ടീഷ് സൈന്യം പെരിയ ചുരം വഴി പോവുകയായിരുന്നു. അവരെ പഴശ്ശിപ്പട നിഷ്പ്രഭമാക്കി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒന്നാം പഴശ്ശി കലാപത്തിന് ഒരു ഇടനിലക്കാരൻ വന്നു. ഒന്നാം പഴശ്ശി കലാപത്തിന്റെ ഇടനിലക്കാരൻ ആര്? ചിറക്കൽ രാജാവ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാം പഴശ്ശി കലാപത്തിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ബോംബെ ഗവർണറായ ജൊനാഥൻ ഡങ്കനുമായി പഴശ്ശി രാജാവ് സന്ധിയിൽ ഏർപ്പെട്ടത്. ഒരു കോംപ്രമൈസ് ആയി കഴിഞ്ഞു. നമ്മുടെ ബോംബെ ഗവർണറായ ആരുടെ പേര്? ബോംബെ ഗവർണർ ആരാണ്? ജൊനാഥൻ ഡങ്കൻ. അവരുടെ പേരാണ് ജൊനാഥൻ ഡങ്കനുമായി പഴശ്ശി രാജാവ് സന്ധിയിൽ ഏർപ്പെട്ടു. അങ്ങനെ ഒന്നാം പഴശ്ശി കലാപം ഇവിടെ അവസാനിച്ചു.